ശരി, വീഡിയോ അവസാനം വരെ കണ്ണം ഉണ്ടാക്കുന്ന സാധനം മെഴുകുതിരിയൊന്നുമല്ല, ഇത് കഴിക്കുന്ന ഒരു സാധനമാണ്. പ്രസാദോട്ടും കൊടുക്കാറുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണ്, ബത്താശ എന്നാണ് പേര്. ശരിക്കും ഇത് ഉണ്ടാക്കിയ ഇത്തിരി കടുപ്പമാണെന്ന് തോന്നി. ഈ കലാരൂപ ഇന്ത്യയിൽ ഒരിക്കലും മരിക്കരുത് എന്ന് പ്രാർത്ഥിക്കണോ, അത് നാളെ തന്നെ ഇത് അപ്രത്യക്ഷമാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോ കണ്ണ് കലങ്കി തയ്യ കഴിക്കാനുള്ള വസ്തുവാണെന്ന് ഓർക്കുമ്പോൾ സാധനം പൂജയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പൊ. കാര്യം ഇത് കഴിക്കാൻ വേണ്ടി ആണെങ്കിൽ എന്റെ പൊന്നാണ് ഇതിങ്ങനെ ഉണ്ടാക്കല്ലേ എന്റെ പൊന്നണ്ണന്മാരെ. ഇന്ത്യയിലെ ഏറ്റവും പുരാതന സ്വീറ്റ് മേക്കിംഗ് ടെക്നിക്കുകളിൽ ഒരെണ്ണമായിട്ട് ഞാൻ എന്നെ കുറ്റം പറഞ്ഞ എന്നെ ഇനി കശാപ്പിക്കോ എല്ലാരും കൂടെ. അല്ല, ടെക്നിക്കൊക്കെ പഴയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അയ്യോ, കബഡി കളിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങണ പോലെ അല്ലേ. സ്വീറ്റ് വിത്ത് എക്സ്ട്രാ ഫ്ലേവർ ഓഫ് ഫീറ്റ്. ഭാഗ്യം ഈ കാൽപാദം കേണ്ടി കയറ്റുമതി ഇറക്കുമതി ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നാസ്റ്റി എന്ന വാക്ക് പോലും നാറിപ്പോയി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട്. സ്വച്ഛ് ഭാരത് കാ കുഞ്ഞമ്മേക്കാ മാപ്പിള. പൂജയ്ക്ക് കൊടുക്കാനാണെങ്കിലും പൂഞ്ഞാറ്റിലെ രീതിയിൽ പ്രിപ്പയർ ചെയ്ത മതിയുടെ പൈലോളി പാടുകൾ ഇതൊക്കെ. ആ ചവറൂരൊക്കെ ചാൾസ് ശോഭരാജിന്റെ കാലത്തുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തേക്ക് ഇത് മതി, ഞാൻ പോവേണ്. ബൈ. അരവ നല്ല അമ്മിക്കല്ലിനൊക്കെ അരച്ച് പഴമയുടെ പരിഷ്കാരം കളയാതെ കീടിയൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാണെന്ന് ഞാൻ എന്തോ വിചാരിച്ചു വരണം. പെട്ടെന്ന് അതാ തനി തൈരോളി സ്വഭാവം കാണിച്ചാണ് ഇങ്ങനെ അറിയാൻ മേലെന്ന് ചോദിക്കണം. ഇവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ചോര ചൂപ്പിയുടെ ശാപം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഡെയിലി മിനിമം 5 നേരമെങ്കിലും ഭക്ഷണ സാധനത്തിനകത്ത് കൈയിട്ടിളക്കില്ലെങ്കിൽ രാത്രി 6 മണിക്ക് ശേഷം മാലക്കണ്ണായി പോകും. മുമ്പ് തേഞ്ഞൊട്ട് ഏത് തേവരാണെന്ന് ഒന്നങ്ങേര് തലയാണെങ്കിൽ കാക്കോത്തേരിക്ക് ഒരു തൊപ്പി അങ്ങേരെ. അതേപോലെ താണ്ട് ഇതും കാണാത്ത 2 പ്രഗത്ഭ പ്രോഡക്റ്റ് ആണെന്ന് വിചാരിച്ചത് ഞാൻ നോക്കി വരുന്നത്. പാലങ്ങോട്ട് പൊട്ടിച്ചു വെച്ചിട്ട് പഞ്ചായത്ത് പൈപ്പിൽ കൈ എഴുന്ന പോലെ അതിട്ട് 2 ഇളക്ക്. പ്രത്യേക രീതിയിലൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് പല്ലിനിടെ കുത്തിയ കൈയിട്ടകത്ത് ഇളക്കും. പെറ്റിക്കോട്ട് മോണ്ണൻ. 2 ഐറ്റം ശരിക്കും നല്ല കിടിലം ബദാം മിൽക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഉണ്ടാകണ കണ്ടാ പ്രശ്നം, ഉണ്ടാകാതെ കണ്ടില്ലെങ്കിൽ നമ്മളാണെങ്കിലും മാച്ച് കുടിച്ചു നോക്കും. കിടിലം ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. സകലമാന സാധനങ്ങൾ അവർ കഴി വൃത്തിയാക്കുന്നുണ്ട്. റോട്ടെ മുറുക്കാൻ വാങ്ങാൻ പോണവരെ പിടിച്ചിരുത്തി കുളിപ്പിച്ചിട്ടൊക്കെയാണ് ഇവിടെ. എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം, പാലിനകത്ത് കൈയിട്ട് ഇളക്കിയിട്ടാണ് വിട്ടത്. അതില്ലായിരുന്നെങ്കിൽ എല്ലാം കൊള്ളായിരുന്നേ. ഈ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും ശമ്പൊക്കെ ചുണ്ടിന്ന് ചൂണ്ടുപറലിന് തോണ്ടിയിരണമാരാണോ എന്തോയോ. ഞാനിതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു കുഷ്ഠം പിടിച്ച കച്ചോരി. കാലം തെറ്റി കൂട്ടിക്കയറാൻ മറന്നുപോയ കാക്ക പോലും ഇത് കണ്ട കമിഴ്ന്ന് വീണിച്ചാവും. കാൽപന്ത് കളിക്കാരൻ മെസ്സിക്ക് വരെ ഹേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ ഈ കച്ചോരി ഉണ്ടാക്കുന്ന കാട്ട്മൻ പ്രഭു അണ്ണന് ഹേറ്റേഴ്സും ഇല്ല, കച്ചവടം പൊടി പൊടിക്കുകയും ചെയ്യും. തിരക്കിനിടയിൽ തെറിച്ച് വീണ തമാശയാണ് അവിടെ ചിതറി കിടക്കണം. അതുകൊണ്ട് അത് നമുക്ക് സഹിക്കാം. പക്ഷേ അണ്ണന്റെ വേറെ പ്രയോഗമുണ്ട്. വിരലിനിടയിലൂടെ ഉരുളക്കിഴങ്ങന്റെ ആത്മാവ് ഒരു കിഴങ്ങൻ പിഴുതങ്ങടെടുത്ത് ഇതിക്ക് ഞാവുടിയെ പണ്ടാരക്കാലിന്റെ പെടലിക്ക് ഒരെണ്ണം കൊടുക്കാൻ അവിടെ ആരും ഇല്ലേ? കണ്ടാ പറയോ കക്കൂസിൽ പോയി കഴിവാതെ കൈയാണായിട്ട് ഇളക്കണേന്ന്. 2 ഗുണം. ദീപാവലിക്ക് എണ്ണ ഓഫറും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിരുന്ന പിന്നെ പടക്കം വാങ്ങണ്ടല്ലോ ദീപാവലിക്ക്. എന്റെ വായുനാഴിയിലെ അവസാനത്തെ അമ്പും ഞാൻ അണ്ണന്മാർക്ക് ഇതിലുള്ള അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ ഉപയോഗിക്കുന്നതായിരിക്കും. നോക്കിന്നാ നാക്കിൽ വെള്ളം വരും. നാവടക്കി വായടക്കി നാട്ടിലിരിക്കാം വീട്ടിലിരിക്കാം. എന്നാ പിന്നെ ഞാൻ പോയിട്ട് നാളെ വരാം. ശരിയെന്ന്. പണ്ടാര പറക്കും പിതൃക്കളെ, ഇത് എങ്ങനെ ആല് പരിഷ്കരിച്ച് ജ്യൂസോടെ ആക്കി വെച്ചേക്കണം. സോ ഇതാണ് ആല് മൂഡൻ ഷേക്ക്. ഇലോൺ മസ്ക് കണ്ട പരിഷ്കൃത അണ്ണനെയും പരിഷ്കാര മരത്തെയും പരിസരവും അങ്ങനെ ഒറ്റ വിലയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകും. ടെക്നിക്കലി ആണ്, ഹൈജീനിക്കലി ആണ്, ഹെൽത്തിലി അഡ്വാൻസ്ഡ് ആണല്ലോ ഇത്. ഇത് എന്തോന്നുണ്ടാക്കണം? മുനിസിപ്പാലിറ്റി വേസ്റ്റ് സർബത്താ. ഇതിപ്പോ പച്ചക്കറി കട മൊത്തം അതിനകത്ത് അരയ്ക്കുന്നതുകൊണ്ട് വിറ്റമിൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്കൂഷോ. ഇതിപ്പോ ഏത് വിറ്റമിൻ ഏത് ഗുണം ചെയ്യുന്ന അവർക്ക് എന്നെ കൺഫ്യൂഷൻ ആയി പോയല്ലേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഉണക്കച്ചാണോ ആട്ടും പുളിക്കും ഫ്യൂരിഡാനോ ഇട്ട് വളർത്തുന്ന പച്ചക്കറി കൊണ്ട് പിന്നെ അത് കഴിവേണ്ട ആവശ്യം വരില്ലായിരിക്കും അല്ലേ. വളരെ മരത്തിൽ സ്വിച്ച് ബോർഡൻ അറിയാതെ ഏതെങ്കിലും സ്വിച്ച് വല്ലതും മാറത്തൊട്ട ന്യൂക്ലിയർ ബോംബ് പോലും ആക്ടിവേറ്റ് ആയി പൊട്ടിത്തെറിക്കും. ഇവരൊക്കെ പ്രിവിലേജ്ഡ് പാവങ്ങളായതുകൊണ്ട് എവിടെ എങ്ങനെ എന്തുവരുന്നു ചെയ്യാൻ ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ല. പാവം ജീവിക്കട്ടല്ലേ. ഇതിന്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമോ അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകണമെങ്കിൽ ഈ സാധനം വാങ്ങിച്ച് കുടിച്ച് ചത്തില്ലെങ്കിൽ എനിക്ക് റിപ്ലൈ തരണേ കമന്റില്. വിസ കിട്ടി വിദേശത്ത് പോയപ്പം വിദേശം വിസ എടുത്ത് വീഞ്ഞു കുടിക്കാൻ പോയെന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ ഇതാ കണ്ടിട്ട്. വേണ്ടതുണ്ടാക്കിയാണ് ഇവരൊക്കെ. എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്? വേസ്റ്റ് ഓഫ് ദി വേൾഡ് അവാർഡ് ഉണ്ടെങ്കിൽ അത് ഈ ചേച്ചിമാർക്കും പേട്ടമാർക്കും പിരിച്ചു കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. പുതിയൊരു ഡിസോർഡറും കൂടി ഉണ്ട് കേട്ടോ, ഫുഡ് ഫ്രോഡ് ഡിസോർഡർ. അതാണ്ട് ഈ കാണുന്ന സാധനം. സുഹൃത്തുക്കളെ, ഇതാണ് സ്വാമി കഴപ്പാനന്ദൻ, ഓൾസോ നോൺ ആസ് മുതലെടുപ്പാവറുകൾ. മത്തങ്ങ പഴുത്തോന്ന് അടിച്ചു നോക്കണമെങ്കിൽ നിങ്ങൾ ആ ചേച്ചി പഴുത്താന്ന് അടിച്ചു നോക്കണം. മൂലക്കുരുവുമായി വരുന്നവർക്കും പ്രഥമ പ്രസ്ഥാനത്ത് ഊക്കിനൊരു വീക്ക് ഇതുപോലെ കൊടുത്തു വിടുവോ? സ്വാമി പുറമടി തിരുവടികൾ എന്നും പറഞ്ഞ് ഞാനും കസേരട്ടിരിക്കാൻ പോകും. കണ്ടാ കിറിയിരിക്കുന്നതിനെ കുറവൊന്നും പറയില്ലെങ്കിലും കയ്യിലിരിപ്പ് കൂടുതലാണ്. കള്ളാണ് കുടിക്കുന്നത്. കരിങ്കുട്ടി കയറുന്നാണ് പറയണം. അല്ല എന്നെല്ലാമേ പെരിയാട്ടം പോരാട്ടം പലവട്ടം പാത്തിരിക്കുക. ഇത് എന്നാട്ടം കടിയാട്ടം. കളിയാക്കണല്ല, കീടിലം കള്ളത്തിന് അന്ധവിശ്വാസമാണ്, വിശ്വാസമല്ല. നടക്കണത് പ്രസ്തുത കേരളത്തിലാണ്, കാനഡയിലല്ല. ഇതുപോലെ പത്തരം മാറ്റി പറ്റിക്കൽ എല്ലാ മതപാതയിലും ഉണ്ട്. കുടിച്ച മധു ബാക്കി ഗീവേ കൊടുക്കുമെന്ന് കാത്തിരിക്കുന്ന ആൾക്കാരെ ചുറ്റും. കേട്ടെടുത്തോളം ഈ പെണ്ണ് ഇപ്പോഴും തുള്ളി നടക്കുന്ന ഒരു ഇളമ അന്നായി നടക്കുവാണെന്നാണ് ഞാൻ പറഞ്ഞ. ചിലത് കാണാതിരിക്കാൻ ചില തുള്ളകൾ ഉപയോഗശൂന്യമായി ഇരിക്കുന്നത് നല്ലതാണ്. ഈ പൊള്ളുന്താട്ടമൊക്കെ വിശ്വസിച്ച് പാതി തലമുറ പെരുവഴിയിലായി. പൈസക്കനുസരിച്ച് പ്രവൃത്തിയുടെ പവറും കൂടുമായിരിക്കും അല്ലേ. എന്തൊരു ആക്ടിങ് എന്റെ പൊന്നോ, തിളച്ചെണ്ണ വീണ കടു പൊട്ടിത്തെറിക്കും പോലെ. അല്ല ഇതിപ്പോ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് സത്യം പറഞ്ഞ നിർബന്ധമാണോ അത്രയ്ക്ക്? അല്ല ശരിക്കും എനിക്ക് പവർ സപ്ലൈ ആണ് അറിയാമെങ്കിൽ എന്റെ പ്ലഗ് ഊരിടാൻ പറ്റും.
ആരെ കാണിക്കാൻ നിങ്ങളെ വെറുപ്പിച്ചില്ലേ? ആരും തിന്ന് വെറുപ്പിച്ച് അവരാത് കാണിക്കുന്ന ബായ് ആൻഡ് ബെഹൻസിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടാ. ഡേ നീ പയ്യെ തിന്നാതെ ആരും എടുത്തോണ്ട് ഓടൂല. എന്റെ രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞാൽ എന്തിനും വെള്ളത്തിന്റെ മുകളിൽ ചമ്പരം പറഞ്ഞ് തപസ്സിരുന്ന് തിന്നണം. രണ്ടും ഭക്ഷണം ചവയ്ക്കണല്ലേ, മൊത്തം വിഴുങ്ങിയില്ലേ? ഇങ്ങനെയൊക്കെ ആഹാരം തിന്ന ഒരു ഭക്ഷണക്ക് ആ ദുഷ്മനാണ്. ശരിക്കും ഭക്ഷണം ഇങ്ങനെ കഴിച്ചിട്ട് നമ്മൾ മനുഷ്യരുടെ നാമത്തിന് തന്നെ കളങ്കം സംഭവിക്കും. വല്ല അട്ടയും കടി ചാവണ്ടെങ്കിൽ എണിച്ച് പോടേ. ചേച്ചി ഞാൻ ഈ പറയുന്ന ആപ്തവാക്കി ഓർത്ത് വെച്ചോ. ഇൻസുലിൻ, ഷുഗർ, ഡയബറ്റീസ്, റിപ്പീറ്റ്. ചേച്ചിയുടെ പരാക്രമണം കണ്ട് ഡയബറ്റീസ് പേടിച്ച് പാതിരാത്രി 10,000 പൊട്ടക്കണത്തിൽ ചാടിയെന്നാണ് അറിഞ്ഞത്. ഇദ്ദേഹം ലോകത്തിൽ ഏറ്റവും വലിയ തീറ്റക്കാരനാണ്. ഈ പണ്ഡിറ്റ് പെടലാൽ ബിന്ദു വേണമെങ്കിൽ 300 കോഴി 30 രസോടെ ഒറ്റയിരിപ്പിന് തിന്നും. ആമാശയത്തിൽ ആറ്റം ബോംബ് വീണാലും അനങ്ങാതിരുന്നോളൂ ഇങ്ങേരി. 3 കിലോ മാക്സിമം കൊള്ളണം. ആമാശയത്തിൽ 300 കിലോ കുഴിമന്തി മാത്രം കാണും ഇങ്ങനെ വേറിനകത്ത്. ഓഹോ വന്നല്ലോ സൈനൈഡ് വീശി. ഏമ്പക്കത്തിനൊക്കെ സൈനൈഡിന്റെ ശക്തിയാണ് ചേച്ചിയുടെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട് വിട്ടപ്പോഴത്തേക്ക് ഈ ചേച്ചി ഇവിടെ കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നുന്നു. ഇന്ത്യക്ക് ഒരു പണിയായിട്ട് ഭക്ഷണ ദാരിദ്ര്യം ഉണ്ടാവാൻ. വീട്ടിൽ എന്തായാലും ഒരു ബാക്കപ്പ് സെപ്റ്റിക് ടാങ്ക് കാണും ഉറപ്പാണ്. ശരിക്കും ഞാൻ തുണിക്കടയിലേക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് കണ്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസ് മിൽക്ക് ഷേക്ക് കാണണം. ഇത് കണ്ടുകൊണ്ടിരുന്ന എന്റെ ഉറ്റ ഉറുമ്പ് കൂടി കൂടാരം കെട്ടി സർക്കസ് നടത്തുകയാണ്. വെയിറ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു റീല് കണ്ട് 5 കിലോ വെച്ച് കൂടും. ഇതൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലു. ഡയബറ്റീസ് വീട്ടിന്റെ മുറ്റത്ത് ഊഞ്ഞാലിട്ട് ആടയിരിക്കും. ചെറുനാരങ്ങയും പാർലേജ് ബിസ്ക്കറ്റ് വെച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഈ ജ്യൂസ് മാസ്റ്റർ ഒരു ക്രിയേറ്റീവ് കിടിലാണ്. ജ്യൂസറിന്റെ ജാറിനെ ജഗ്ഗായിട്ട് ഉപയോഗിച്ച് നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഓവർ ടാലന്റുകളുടെ എണ്ണ ഇല്ലാത്ത ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ പെടുന്നില്ല എന്ന് അറിയുന്നു ഞാൻ. പാലും പഞ്ചാരയും പാഷാണവും പാൽ പായസവും പത്രോസിന്റെ വീട്ടിലെ പശുവിന്റെ കാടിയും വരയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് കുടിക്കാൻ ശേഷിയുള്ള പണ്ടാര പഞ്ചാര പ്രിയനെ നിങ്ങളെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുമല്ലോ അല്ലേ? ഏതോ പാസ്ചറൈസ്ഡ് പോളനാണ് ഈ സാധനം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. പാവം പാൻക്രിയാസ് എന്ത് പാപം ചെയ്തിട്ടാണെന്ന് തോന്നുന്നത് പെടാപ്പാട് പെടുത്തണം ഇങ്ങനെ. ഈ ഷേക്ക് ഉണ്ടാക്കാനും വിൽക്കാനുള്ള പേറ്റന്റ് ഇങ്ങനെ കയ്യിൽ മാത്രമേ കാണൂ. എന്റെ അവസാനത്തെ ഓണസിദ്ധ ഇക്കഴിഞ്ഞതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ ഷേക്ക് എന്തായാലും ഞാൻ കുടിക്കൂല. അപ്പൊ ശരി, കുടുംബത്തിൽ കയറാൻ സമയമായി. ബൈ. എന്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഒരുത്തം കൈയിട്ട് ഇളക്കിയാൽ നമ്മൾ കണ്ടില്ല എന്ന് വെക്കുമെന്നാണ് നിങ്ങളെയൊക്കെ വിചാരം. അങ്ങനെയല്ല. എന്നിലെ ഊഷ്മാണ്ട മണ്ഡല താഴിട്ട് പൂട്ടിയ കച്ചറ കടുവ ഇതൊക്കെ കണ്ടാ ചാടി വരും. മറ്റൊരു ഏഷ്യൻ കൺട്രിയിൽ മറിഞ്ഞിരുന്ന് മുഷിഞ്ഞ കയൽ കൊണപ്പ് കാണിച്ച ഞാൻ കണ്ടെത്തില്ല എന്ന് കരുതിയ 4 നേരം നടന്നുവൃത്തി നിന്ന് നല്ലോണം നക്ഷത്രക്കാലനാതെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത പാവങ്ങളുള്ള ഇന്ത്യയിൽ കിട്ടി നക്കി മൂക്കിലിട്ട വിരലുകൊണ്ട് കക്ഷം ചൊറിഞ്ഞ് കൈയിട്ടിളക്കി കാലിട്ട് കിണ്ണി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ട്രീറ്റ് വെണ്ടേഴ്സിനെ മാത്രമേ നീ കളിയാക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല. അതാ ഇതിനെ ഞാൻ പറയും. ജപ്പാനോ ചൈനയോ ജംബുലിംഗത്തിന്റെ നാട്ടുകാരനോ ആയിക്കോട്ടെ, അതെന്ത് അങ്ങേർക്ക് മുട്ടയിൽ കൈയിട്ടിളക്കുമ്പോ ഗ്ലൗസ് ഉപയോഗിച്ചോടായിരുന്നേ? ട്രഡീഷണൽ വേയിലാണ് ഇത് ഉണ്ടാക്കണത് പറഞ്ഞാൽ എന്ത് ജ്വരം പിടിച്ച് ജനങ്ങൾ ചത്ത എന്ത് ഒക്കൂലി. ഇനി മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇത് മറ്റൊരു യൂണിവേഴ്സിൽ ഇന്ത്യൻ വെണ്ടറാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം കൈയിട്ടിളക്കിയത് ഒഴിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ പത്രോസ് പുണ്യാളം പോലും ആ പരിസരത്ത് അടുക്കൂല. അത്രയ്ക്ക് വൃത്തികളായിരിക്കും. ഏറെക്കുറെ ഈ കാണുന്ന അദ്ദേഹം തന്റെ ഉദരം ചൊറിയുകയും നാസിക ദ്വാരം വഴി തലച്ചോറൊന്ന് തൊട്ടിട്ട് വരികയും അല്ലാണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് വേറൊന്നും ചെയ്ത് ഓരോ ദിവസവും ഞാൻ അത്ഭുത പരവേശായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പഞ്ചാര കാണുമ്പോൾ പൈതൃകം മറക്കുന്ന പ്രത്യേകതര സ്വഭാവമുള്ളവരാണ് ഇന്ത്യക്കാരെന്ന് തോന്നുന്നു. ഉണ്ടാക്കണ ഏതോ മധുരാഹാരമാണ്. നട്ടുച്ചയ്ക്ക് നടു റോഡിൽ നാട്ടുകാർ കാണി നാറ്റം വെച്ച ന്യായോളിത്തരം കാണിക്കുന്നവന്മാരെ എന്ത് ചെയ്യണം? ടോക്സിക് തെണ്ടികളൊക്കെ പേടിച്ച് കരിവാട് കടിച്ചുകൊണ്ടുള്ള ഒരൊറ്റ പൂച്ച പോലും ആ പരിസരത്ത് കാണാനില്ല. നോക്ക്, വല്ല കുടുംബശ്രീയിൽ നിന്നും കച്ചവടം തുടങ്ങാൻ ലോൺ കൊടുത്ത് കുടുംബനാഥന്മാരെ ഇല്ലാതാക്കി ഇറങ്ങിയിരിക്കണം തോന്നുന്നു. ഇതെന്നാത്ത സാധനം ബാറ്ററിയിലുള്ള ഒഴിക്കണ വെള്ളമാണോ ഇത്? അല്ലല്ല, നമുക്ക് അറിയാൻ പാടില്ലാത്ത സാധനത്തിന് നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. എന്തോന്നു ഫ്രഞ്ച് റൈസ് മോളിട്ട് കൊടുക്കണം. കണ്ടാ കാടിയാണെന്നേ പറയും. ഇനിയിപ്പോ കുടിച്ചാ കിക്കവയാ. എന്തായാലും കൊള്ളാം, നല്ല സാധനം ഉണ്ടെങ്കിൽ എല്ലാവരും വായിച്ചു കുടിക്കണല്ലേ. എന്നാലും ഇത് എന്ത് സാധനം? പുൽവാമ ഷേക്കാ? അല്ല ഇതാരേ? ഹോ പാവം ചെറുക്കൻ. പ്രാരാബ്ദം കൊണ്ടായിരിക്കും പള്ളിക്കൂടത്തിൽ പോകാതെ ഇവിടെ നടക്കണ പാവല്ലേ. അയ്യോ, കരടി നെയ്ക്ക് പോലും ഇത്രയും കറുപ്പാണൂലേ. ശരിക്കും നല്ലോണം ഒന്ന് യൂസ് ചെയ്താൽ വേണേ റോഡ് ടാർ ചെയ്യാൻ ആ എണ്ണ ഉപയോഗിക്കാം. ഇതാണ് മറ്റേ ഉത്തപ്പം വേണോ പെണ്ണേ, കറിവേലി ഫ്രൈ ചെയ്ത ഉത്തപ്പം വേണോ പെണ്ണേ, ബോണ്ട. പുതുപ്പള്ളി പത്രോസ് പുലേനർ മഠത്തിൽ ചെന്നപ്പോ പച്ചിലയിൽ പൊതിഞ്ഞ പച്ചിരമ്പ് 10 വട്ടം തിന്നാലേ പലിശയ്ക്ക് പണം കൊടുക്കൂന്ന് പറഞ്ഞത്രേ. അല്ല ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ എന്താണ് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാ എനിക്കറിഞ്ഞൂടാ. കാര്യം ഇതുപോലെയാണ് ഇപ്പൊ എന്റെ ജീവിതം. ഒന്നും മനസ്സിലാവണതേ ഇല്ലടേ. ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് കല്യാണ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കല്യാണ പാചകക്കാര് കല്യാണത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം? കാരണം ഏകദേശം ഇതേപോലെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തറയിലേക്ക് ഇട്ട് ചവിട്ടൂല അവരും അറിയാതെ. ഏറ്റവും കൂടുതൽ എനിക്ക് റോസ്റ്റ് എന്നും പറഞ്ഞ മെസ്സേജ് ആയിട്ട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്ത വീഡിയോകളിൽ ഒരെണ്ണമാണ് ഈ കാണുന്ന കേട്ടാ. പണ്ടേ മൊണ്ണൻ പിന്നെയും വികടൻ എന്ന് പറഞ്ഞ പോലെയാണ് ഉമാരൊക്കെ കാര്യം. ഗോപി മഞ്ചൂരിയനാണ് ഉമാർ ഉണ്ടാക്കണം. ഇതിലിപ്പോ തെറ്റു പറയാൻ പറ്റൂലില്ലേ? കുറ്റം കളഞ്ഞ കച്ചോരി മോമാരി ഇന്ത്യ പൂരാ തപ്പിയാലും നമുക്ക് ആരെയും കിട്ടൂ. കാലടിയിൽ ഞെരിഞ്ഞമർന്ന കോളിഫ്ലവറുകൾക്ക് കടുപ്പത്തിൽ എന്റെ അവക്ക് കണ്ടോളൻസ്.